The final destination of this train is... നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഇൻട്രോ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് എടുക്കണത്. അപ്പോൾ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോണൊരു വ്ളോഗും പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടേക്കും പോകണം അതും എല്ലാം കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ പള്ളിയിൽ പോയിപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിലൊന്നും എന്താ പറയുക ഫോൺ എടുക്കാൻ അല്ലെങ്കിൽ ഒരു വ്ളോഗ് ചെയ്യാനൊന്നും മീൻസ് അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പള്ളി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളൊന്ന് വിചാരിച്ചു നമുക്കെന്നാൽ ഫ്യൂച്ചർ മ്യൂസിയം പോവാം എന്ന് വിചാരിച്ചു. അപ്പം ചുമ്മാ എന്നാൽ അവിടെ നിന്ന് ഫ്യൂച്ചർ മ്യൂസിയം പോയി. പക്ഷെ ഞങ്ങൾ മുകളിലേക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ, ചുമ്മാ അടിയിലും അങ്ങനെയൊക്കെ ചുമ്മാ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് സംഭവം. ചെറിയൊരു കുട്ടി വ്ളോഗാണ്. അതിൽ ഞാൻ എന്താ പറയുക വോയിസ് ഓവറാണ് ചെയ്തേക്കണതൊക്കെ. പക്ഷെ അവിടെ വെച്ചിട്ട് അങ്ങനെ വീഡിയോ പറയാൻ പറ്റി. നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കാരണം എന്താ പറയുക വീഡിയോ ചെയ്താൽ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ കേൾക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ഒരു വ്ളോഗാണ്, അത്ര വലിയ വ്ളോഗൊന്നുമല്ല. അപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയം അതിൻ്റെ ഉൾഭാഗം ഉള്ളിലത്തെ കാര്യങ്ങളും പിന്നെ ജസ്റ്റ് പുറത്തുനിന്നൊക്കെ ഉള്ളതാണ്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ മുകളിൽ കയറാൻ പറ്റും കേട്ടോ, എത്ര പൈസ കൊടുക്കണം. പക്ഷെ ഞങ്ങളത് കയറിയിട്ടില്ലേ, പോകണം ഒരു ദിവസം സെറ്റായിട്ട് പോകണം കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യണത് കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോ കിടക്കാം. അപ്പോൾ ഇതാട്ടാ നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം. അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ മ്യൂസിയം ചോദിക്കുമ്പോൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ ഇതാണ് വ്യൂ ആണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കയറി വരുന്നത് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ കയറിയതിനുള്ളിലേക്ക്. അപ്പോൾ വീഡിയോ ഞാൻ എടുക്കാൻ പറ്റിയില്ല, ഉള്ളിലെത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ എമിറേറ്റ്സ് ടവറിൻ്റെ അവിടെ ഇറങ്ങിയിട്ടാണ് നമുക്കിങ്ങനെ ഇവിടേക്ക് വരുന്ന മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഞാനും ചാക്കോച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ വരുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂ ആയിട്ട് കാണുന്നത്. ഇതിന് നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ വേറെ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് മുകളിൽ കയറി പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ക്യൂവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അടിയിൽ കണ്ട മനസ്സിലാവും. അപ്പോൾ അതാണ് ഇത് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഉൾഭാഗമാട്ടത്. ഇതൊക്കെ അതിൻ്റെ ഉൾഭാഗത്തെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ അവിടേക്ക് ഫസ്റ്റ് ടൈമാണ് വരണത്. അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അപ്പോൾ ആ സമയത്താണ് ഇത് ഇങ്ങനൊരു സാധനം പറഞ്ഞു പോകേണ്ടത്. പെട്ടെന്നായിരുന്നു സാധനം അവർ ഇത് ഓണാക്കിയത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക നന്നായിട്ട് ഇതിനെ നോക്കി നിൽക്കണ്ടായിരുന്നു എല്ലാ ആൾക്കാരും. ഇപ്പോൾ എല്ലാ പിള്ളേരുകളാണെങ്കിലും ചെറിയ പിള്ളേരാണെങ്കിലും ശരി, നമ്മളിപ്പോൾ ഉള്ളവരെ വലിയൊരു കാര്യം ആണെങ്കിലും പെട്ടെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു എന്താ പറയുക നല്ല ഇഷ്ടമായി കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്താ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പറന്നു പോകുന്നത് കണ്ടിട്ട്. ഇപ്പോൾ അടിയിൽ നോക്കിയാൽ അറിയാം ഇത്രയധികം ആൾക്കാർ ഈ വരിയിലാണ്. ഈ ക്യൂ ഉണ്ട്, നിങ്ങൾ ഈ ക്യൂ മുകളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ്, അത്യാവശ്യം തിരക്കുണ്ട്. പ്രത്യേകിച്ച് സൺഡേ ആണല്ലോ. അപ്പോൾ അതായത് ഇങ്ങനെ പറന്ന് പോകുന്നത് നോക്കി എല്ലാവരും എന്താ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആൾക്കാരും. ഇങ്ങനെ അടിയിൽ നോക്കിയാൽ അറിയാം എല്ലാവരും ഫോണും പിടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട എല്ലാവരും ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞാനും ചാക്കോച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കണം ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഇതിൻ്റെ ഉൾഭാഗങ്ങളും ഇത് അപ്പുറത്ത് ഒരു വ്യൂ കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു വ്യൂ കൂടെയാണ്. അപ്പോൾ അവിടെയും അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാം കൂടെ അങ്ങോട്ടും അപ്പുറത്തൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അവരെ ഉള്ളിലത്തെ ഭാഗങ്ങളും ഇതൊക്കെ ഞങ്ങൾ ഇതോടെയാണ് വന്നത്. അവിടെ നിന്ന് മെട്രോ ഇറങ്ങി അവിടെ നിന്ന് നടന്ന് ഇതിങ്ങനെയാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. ശരിക്കും മുകളിൽ കയറി പോകണ്ട. അപ്പോൾ അതാണ് കുറച്ചും കൂടി അടിപൊളി. പക്ഷേ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല, അടുത്ത വട്ടം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെ അപ്പോൾ ഈ സാധനം നിന്നിട്ടുള്ള ഇപ്പോൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അടിയിലേക്ക് എത്തിയിട്ടത് പിള്ളേരുകളെല്ലാവരും കണ്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെന്തോ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. അത് ഇതിനെക്കുറിച്ച് ഞങ്ങളത് പിന്നെ വായിച്ചു വെക്കാനൊന്നും പോയില്ല. ഞങ്ങൾ ചുമ്മാ എല്ലാവരും ഒന്ന് വീഡിയോസും ഫോട്ടോസ് എടുക്കണ കാരണം ഞാനും ചുമ്മാ ഫോട്ടോസും അങ്ങനെ വീഡിയോസൊക്കെ ചുമ്മാ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ എടുത്താൽ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ആ ഒരു സ്റ്റെപ്പിൻ്റെ ഉള്ളിലൊക്കെയാണ് നടന്നു വന്നത്. ഞങ്ങൾ മുകളിൽ അതിൻ്റെ അവിടെയായിരുന്നു ഞങ്ങൾ നിൽക്കേണ്ട സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എന്താ പറയുക ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഫ്യൂച്ചർ മ്യൂസിയം. ഇതാണ് പുറത്തുനിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക ഒരു ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടേക്ക് പോകണത് തന്നെ, ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ പോകുന്നതൊക്കെ. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ ഇതിപ്പോൾ അതിപ്പോൾ പോകണില്ല, അടുത്തൊരു വട്ടം ഞാൻ ഉള്ളിൽ പോകണ വീഡിയോ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനത് ഫുള്ളൊരു വ്ളോഗിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാനും ചാക്കോ പുറത്ത് വന്നിട്ട് ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ നിൽക്കണം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പുറത്ത് വന്നിട്ട് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ വന്നിട്ട് എല്ലാവരും അവരവരെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഞങ്ങളും ചുമ്മാ എന്താ പറയുക ഒന്ന് ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ ഇവിടെ പിന്നെ പുറത്ത് വന്നിട്ട് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കി കാണാണ് എല്ലാവരും ഇങ്ങനെ സംഭവം ഫ്യൂച്ചർ മ്യൂസിയം ഇങ്ങനെ. അപ്പോൾ ഞാനും കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചു. ഫസ്റ്റ് ടൈം വരുന്നതല്ല, അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുത്ത് വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനും എടുത്ത് വെച്ചു കുറച്ച്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നുണ്ട്. കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരും ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് അവിടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അങ്ങനെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞത് ഞാനും ചാക്കോച്ചിയും ഞങ്ങൾ പുറത്ത് വന്നിട്ട് നിൽക്കണതാട്ടോ. പുറത്ത് വന്നിട്ട് ഞാൻ നിൽക്കണ ഒരു സ്ഥലത്ത് വെച്ചെടുത്താണ്. അപ്പോഴേക്കും രാത്രി കേട്ടോ. ഏകദേശം കുറച്ച് സമയം ഞങ്ങൾ ഓൾറെഡി എത്തി, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഈവനിങ്ങാണ് എത്തിയത്. അപ്പോൾ പിന്നെ എന്തായാലും പിന്നെ ഇതിൻ്റെ നൈറ്റ് ഇതുകൂടി കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്നതിന് പുറത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിങ്ങനെ ഇരുന്നു അവിടെ. അപ്പോൾ രാത്രി ആയപ്പോൾ ഇത് ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ അതാട്ട് വന്നിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. ഇതിപ്പോൾ ദുബായിലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ കാണുന്നുണ്ടാവും. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം വന്ന കാരണമാണ് എനിക്ക് ഇത്രയ്ക്കും ഒരു ഇത് തോന്നാനായിട്ട് കാണാനായിട്ട്. ശരിക്കും എൻ്റെ ഉള്ളിൽ കൂടിയും കാണാനുണ്ട്, പക്ഷെ നമ്മൾ കാണും ഒരു ഇതിൽ ഞാൻ വീഡിയോ ചെയ്യാം അങ്ങനെ കാണണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് നമ്മളിഞ്ഞത് മെട്രോ കയറി നമ്മൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഈ സമയത്താണ് നമുക്ക് ഫുഡ് അടിക്കാൻ പോയാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഫുഡ് അടിക്കാനായിട്ട് മന്തി കഴിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ മന്തി കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ മന്തി കഴിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേറ, അവിടെയാണ് മന്തി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടേക്കുള്ള ബസ്സല്ല മെട്രോ കയറി നിൽക്കുക. അങ്ങനെ ഞങ്ങൾ മന്തിക്കട എത്തി. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മന്തി കഴിക്കാൻ പോകണമെന്ന്, അങ്ങനെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റായി സാധനങ്ങളൊക്കെ വന്നു. അപ്പോൾ ആദ്യം മറ്റേ സൂപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് ഇറങ്ങി ഞങ്ങൾ ചുമ്മാ പുറത്ത് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഡയറക്റ്റ് ബസ്സാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് അല്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സുള്ളതായിരുന്നു. ആ ബസ് കാത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോൾ ദേറയിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ വീണ്ടും മെട്രോ കയറി അവിടെ നിന്ന് വീണ്ടും മെട്രോ കയറി വേറെ ഇതിലേക്ക് ലൈനിലേക്ക് മാറി കയറി കുറച്ച് ചടങ്ങുണ്ട്, കുറച്ച് ടൈം ആവും. അതിനേക്കാളും ഭേദം ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സുണ്ടെന്ന് ഞങ്ങൾ നോക്കി. ഇപ്പോൾ ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിച്ചു ഡയറക്റ്റ് ബസ്സിൽ കയറിയിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞാനും ദേറയിൽ കയറി നിന്ന് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ബസ് വരും. ഇവിടെ നിന്ന് ഇപ്പോൾ ഡയറക്റ്റ് ഞങ്ങളുടെ നിൽക്കുന്ന സ്റ്റേഷനിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ ഇതാണ് ബസ്. ഓരോ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതല്ല ഞങ്ങളുടെ ബസ് കേട്ടോ. ഇതിൻ്റെ ബസ്സിന് ഞങ്ങളുടെ ബസ്സിന് ഇവിടുത്തെ ബസ്സിന് ഓരോ നമ്പറുകളുണ്ട്. F21, F28 അങ്ങനെ കുറച്ച് നമ്പറുകളുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് എനിക്ക് തോന്നുന്നു F21 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു ബസ്സിലാണ് ഞങ്ങൾക്ക് കയറേണ്ടത്. അപ്പോൾ ഞങ്ങൾ ആ ബസ് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ബസ് സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെയാണ് ബസ് വരിക. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം എങ്ങനെ അങ്ങോട്ട് നോക്കി നിന്ന് ബസ്സൊക്കെ ചാക്കോച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ്. ബാക്കിലാണ് ബസ് സ്റ്റോപ്പ്, അതായത് ബസ് കാത്തിരിക്കാനും അതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാനും നമ്മുടെ പോലെയല്ല, സെറ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബസ് വെയിറ്റ് ചെയ്യാൻ നിൽക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് ടൈം എടുക്കുമെന്ന് അറിയും. ഞങ്ങൾ മന്തി കഴിച്ച് വന്നൊരു അരമണിക്കൂറിനടുത്തോളം ഉണ്ട് ബസ് വരാൻ ടൈം എടുക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറത്തിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഞങ്ങൾ പോസ്റ്റ് അടിച്ചിങ്ങനെ നിൽക്കുകയാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയാണ് ബസ് വരുന്നത്. അപ്പോൾ അതുപോലെ ആൾക്കാർ ഓരോരുത്തരെ ബസ് വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ചാക്കോജി ബസ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ. അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മുടെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ റൂം എത്തിയിട്ട്. അപ്പോൾ ഞങ്ങളിത് ഈ കാണുന്ന ഫ്ലാറ്റിൽ ആണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതിന് മുകളിലാണ് 10ാമത്തെ ഇതിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തി. ഞങ്ങൾ എന്താ പറയുക മുകളിൽ കയറാണ്. അപ്പോൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. വീഡിയോ ഒരു വിധം ഫുള്ള് വോയിസ് ഓവറാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വ്ളോഗായിട്ട് അവിടെ സംസാരിച്ചെടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ തിരക്കും സംസാരിച്ചെടുക്കുമൊന്നും എന്താ പറയുക അത്ര ക്ലിയർ ആവില്ല. അപ്പോൾ അത് പിന്നെ ഞാൻ അങ്ങനെ വോയിസ് ഓവർ ഇട്ടത്. അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗാണ്, അത്ര വലിയ വ്ളോഗൊന്നുമല്ല, ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണ്. എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നമ്മൾ ഇവിടുത്തെ നല്ല കുറേ ചെറിയ വ്ളോഗ്സൊക്കെ ആയിട്ട് നമ്മൾ വരേണ്ടതാണ്.